വളയെടുത്തത് അനിലാണെന്ന് എങ്ങനെ മനസ്സിലായി? മനസ്സിലായി. എങ്ങനെ? കാണാതായ മുതലിന്റെ അനിൽ പറഞ്ഞ കൃത്യം തൂക്കം. ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴുള്ള അവന്റെ ബോഡി ലാംഗ്വേജ്. അത് ഞാനൊരു 8:30 ആയപ്പോൾ പോയി സാറേ. പിന്നെ 11:30 ആയപ്പോഴത്തേനാ തിരിച്ചു വന്നത്. വോട്ട് ചെയ്യാൻ പോയിട്ട് അവന്റെ കയ്യിലാണെ വോട്ട് ചെയ്തതിന്റെ മാർക്കും ഇല്ല. പിന്നെ അനിൽ പറഞ്ഞ തുക. എന്റെ സാറേ, സാർ ഇവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. വെറുതെ 10-30,000 രൂപയുടെ കാര്യത്തിന് വേണ്ടി കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കണോടി. അതൊരിക്കലും വിൽക്കുമ്പോഴുള്ളതല്ല, പിന്നെ പണയം വെക്കുമ്പോൾ കിട്ടുന്നതാ. ഓ, ഇതൊക്കെ വെച്ചൊരു ഡൗട്ട് തോന്നിയപ്പോൾ ഐ ചെക്ക് ദിസ് ഫോൺ. അനിലിന്റെ ഫോൺ ഒന്ന് തരും. ഓ എന്നാ സാറേ, ഒരു മിനിറ്റ്. ആ ഇൻബോക്സിൽ OTP സെർച്ച് ചെയ്തപ്പോൾ കോട്ടപ്പുറത്ത് പ്ലഡ് ചെയ്തതിന്റെ മെസ്സേജ് സെയിം ഡേറ്റിൽ. അപ്പൊ ഇക്കാര്യം സതിനോട് പറയണ്ടേ? നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാൻ ചില സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിൽ തെറ്റില്ല.